ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19 അധ്യായം 16 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവും ധനികനായ ഒരു യുവാവും തമ്മിലുള്ള സംഭാഷണം നമ്മൾ കാണുന്നു. ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള വഴി അന്വേഷിക്കുകയാണ്. യേശു അവനോട് പറഞ്ഞു, നീ കൽപ്പനകൾ പാലിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, ഇനി മറ്റെന്തെങ്കിലും ഞാൻ ചെയ്യണമോ? യേശു അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ആ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി, കാരണം അവന് ധാരാളം സ്വത്തുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6 അധ്യായത്തിൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. യേശുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശു അവനോട് നിന്റെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നീ കൊണ്ടുവരണം, അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ നിന്റെ സ്വത്ത് മുഴുവൻ എഴുതി ആർക്കെങ്കിലും കൊടുത്ത് ദരിദ്രനായി ഭിക്ഷാടനം നടത്തി ജീവിക്കുക എന്നതല്ല. മറിച്ച് കംഫോർട്ട് സോൺസുകൾ ബ്രേക്ക് ചെയ്യപ്പെടട്ടെ, സുരക്ഷിതത്വങ്ങൾ ഒന്ന് ഒഴിവാക്കിയിട്ട് ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് സാധിക്കുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, യേശുവിനെ സ്നേഹിക്കുന്നവരാണ്, യേശുവുമായിട്ട് ആത്മബന്ധം പുലർത്താനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചില മാറ്റം വരുത്തുവാൻ നമ്മൾ തയ്യാറാണോ? അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ സ്വഭാവ സവിശേഷതകളിൽ ചില മാറ്റം വരുത്തുവാൻ നമ്മൾ തയ്യാറാണോ? അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ജീവിത ശൈലികളിൽ നമ്മൾ മാറ്റം വരുത്തുവാൻ തയ്യാറാണോ? യേശു ഈ യുവാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, മകനെ, നീ എന്നോട് ആത്മബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നിന്റെ ജീവിതത്തെ മാറ്റണം. നിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ അത് നന്മയ്ക്കുള്ളതായിട്ട് മാറണം. നിന്റെ കഴിവ്, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, നിന്റെ ജീവിത ശൈലി, നിന്റെ വാക്ക്, നിന്റെ നോട്ടം, നിന്റെ സ്നേഹം, ഇതെല്ലാം മറ്റുള്ളവർക്ക് നന്മയ്ക്കുള്ളതായി തീരണം. നിന്റെ സ്വാർത്ഥപരമായ വളർച്ചയ്ക്കോ സ്വാർത്ഥ നേട്ടത്തിനോ ഉള്ളതാക്കി മാത്രം നീ ഉപയോഗിക്കരുത്, മറ്റുള്ളവരുടെ നന്മയ്ക്കുള്ളതാക്കി മാറ്റണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കർത്താവ് ഈശോ മിശിഹായെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവീക സമാനതകളൊന്നും നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി കാണപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പോലെ നമ്മുടെ ജീവിതം വചനബദ്ധമായി തീരട്ടെ. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമുക്കെന്ത് നേട്ടമുണ്ടാകും എന്ന് പരിഗണിക്കാതെ, നമുക്കെന്ത് നഷ്ടമുണ്ടാകും എന്ന് നോക്കാതെ ദൈവത്തിനു വേണ്ടിയും ദൈവജനത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്നവരായി നമുക്ക് മാറാം. കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവരല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരാണ് എനിക്ക് പ്രിയപ്പെട്ടവർ എന്ന് വചനത്തിൽ ഈശോ പറയുന്നുണ്ട്. യേശു ചെമ്പുതുട്ടുകൾ ദേവാലയത്തിലിടുന്ന പാവം വിധവയെക്കുറിച്ച് പറയുന്നുണ്ട്. ശിമിയോന്റെ മാളികയിൽ കണ്ണീരോടെ യേശുവിന്റെ പാദത്തിങ്കൽ ഇരുന്ന് പാപമോചനം പ്രാപിക്കുന്ന, അനുതപിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം വരുത്തുവാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട്. യേശുവിനെ കണ്ടുമുട്ടിയ സക്കേവൂസ് യേശുവിനോടൊപ്പമായിരുന്ന് അടിസ്ഥാനപരമായ ഒരു മാറ്റം അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് തയ്യാറായി. അപ്പോൾ യേശുവിനോട് സക്കേവൂസ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഇതാണ്. ദൈവസ്നേഹത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ദൈവവചനം വായിക്കുകയും ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിന്റെ ചില തത്വശാസ്ത്രങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മെ നയിക്കുന്നത് സ്വയം സ്നേഹത്തിലേക്കാണ്. ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നില്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെല്ലാം വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സന്തോഷം, എൻ്റെ നന്മ, എൻ്റെ ജീവിതം, എൻ്റേത്, ഇങ്ങനെ ഒരു വല്ലാത്ത
താൻ പോരിമയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, നമ്മളിലേക്ക് തന്നെ നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് ഈശോ മിശിഹ ആ യുവാവിനോട് പറയുന്നത് മറ്റുള്ളവരിലേക്ക് നീ എത്തിപ്പെടുക എന്നുള്ളതാണ്. നീ മറ്റുള്ളവരിലേക്ക് വളരുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് വളരുക, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. എവിടെയോ വായിച്ച ഒരു ഉദ്ധരണി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആ ഉദ്ധരണി ഇപ്രകാരമാണ്: വർണ്ണശബളമായ നിങ്ങളുടെ ദേവാലയങ്ങളിലും നിങ്ങളുടെ ആരാധനാലയങ്ങളിലും നിങ്ങൾ മതിൽക്കെട്ടുകൾക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന ക്രിസ്തുവിനെ ഇറക്കി വിടുക. തെരുവോരങ്ങളിൽ വേശ്യകളും ചുങ്കക്കാരും പാപികളും അവനെ കാത്തിരിക്കുന്നു. അതെ, യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എല്ലാ മനുഷ്യരിലേക്കും എത്തിപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. അത് പാപികളായിക്കൊള്ളട്ടെ, നന്മ ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ദുഷ്ടരായിക്കൊള്ളട്ടെ, ശിഷ്ടരായിക്കൊള്ളട്ടെ, ഇവരിലെല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തപ്പെടേണ്ടവരാണ്. മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവുമായി നമ്മൾ യാത്ര ചെയ്യേണ്ടവരാണ്. സമരിയാക്കാരി സ്ത്രീ തനിക്ക് ക്രിസ്തുവിന്റെ അനുഭവം ഉണ്ടായപ്പോൾ തന്റെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി എല്ലാവരോടും പറഞ്ഞു, എന്റെ പഴയ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാണുവിൻ, ഇവനായിരിക്കുമോ ക്രിസ്തു. മഗ്ദലേന മറിയം യേശു ഉത്ഥാനം ചെയ്ത ഈശോ മിശിഹായെ കണ്ടു കഴിഞ്ഞ ഉടനെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൂടി തന്റെ സന്തോഷം പങ്കുവച്ചു. ഈശോ നമ്മോട് ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന കാര്യം, നിങ്ങൾ എന്നെ സ്വന്തമാക്കുക, നിങ്ങൾ എന്നെ അനുഭവിക്കുക, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ബലപ്പെടുക, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വളരുക, എന്നിട്ട് ഞാനുമായിട്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. ആ യുവാവ് വേദനയോടെ മടങ്ങിപ്പോയത് തനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ തനിക്കുള്ളത്, തൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളത് നഷ്ടപ്പെടുത്തുവാൻ അവന് മനസ്സില്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സുണ്ടാകട്ടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.